കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയായ ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന EMSന്റെ ജീവിത കഥയായിരുന്നു ഏവരും കേട്ടുകൊണ്ടിരുന്നത്. നമുക്ക് തുടർന്നും കേൾക്കാം. കണ്ണൂരിൽ നിന്ന് AKGയുടെ ബന്ധുവും കടത്തനാട്ട് മാധവി അമ്മയുടെ ഭർത്താവുമായ AK കുഞ്ഞികൃഷ്ണൻ നമ്പ്യാരുടെ പത്രാധിപത്യത്തില് പ്രസിദ്ധപ്പെടുത്തുന്ന സ്വാഭിമാനി എന്ന മാസികയിൽ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന ബൈലൈൻ ആദ്യമായി അടിച്ചു വന്നു. അതൊരു ചെറുകഥയായിരുന്നു. 17-ാം വയസ്സിൽ 4-ാം ഫോറത്തിൽ പഠിക്കുമ്പോൾ പെരിന്തൽമണ്ണയിലെ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് EM ശങ്കരൻ നമ്പൂതിരിപ്പാട് യോഗക്ഷേമ സഭയുടെ പ്രവർത്തനത്തില്, പ്രത്യേകിച്ച് നമ്പൂതിരി യുവജന സംഘത്തിന്റെ പ്രവർത്തനത്തിൽ ആകൃഷ്ടനാവുന്നത്. 1927 ജനുവരി ആദ്യം കോട്ടയത്തെ കുമരനെല്ലൂരിൽ നടന്ന യോഗക്ഷേമ സഭയുടെയും നമ്പൂതിരി യുവജന സംഘത്തിന്റെയും സമ്മേളനത്തില് ശങ്കരൻ പ്രതിനിധിയായിട്ട് പങ്കെടുത്തിരുന്നു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആകാമോ എന്നതിലടക്കം രൂക്ഷമായ ഏറ്റുമുട്ടലാണ് സമ്മേളനത്തിൽ നടന്നത്. നമ്പൂതിരിമാർക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസം വേണമെന്ന പ്രമേയം സമ്മേളനം അംഗീകരിക്കുക തന്നെ ചെയ്തു. സമ്മേളനത്തിലെ ചർച്ചകളിൽ പങ്കെടുത്തിട്ടില്ലെങ്കിലും വാദപ്രതിവാദങ്ങളില് പൂർണ്ണ ശ്രദ്ധ പതിപ്പിച്ച ശങ്കരൻ പുതിയൊരു ലോകത്തേക്ക് മെല്ലെ മെല്ലെ എത്തുകയായിരുന്നു. EMS നമ്പൂതിരിപ്പാട് എന്ന ബൈലൈൻ വീണ്ടും പ്രത്യക്ഷമാവുകയായി. പാശുപദം എന്ന മാസികയിലാണ് EMSന്റെ ആദ്യ ലേഖനം വന്നത്. സമുദായത്തിലെ ആചാരങ്ങളിൽ വരേണ്ട മാറ്റങ്ങളായിരുന്നു അതിന്റെ ഉള്ളടക്കം. സാമുദായിക വിപ്ലവവും നമ്പൂതിരി സമുദായവും എന്ന പേരില് യോഗക്ഷേമം മാസികയില് 1927 ജൂണില് മറ്റൊരു ലേഖനവും. അതൊരു തുടക്കമായിരുന്നു. അടുത്തതായി 1927 ഫ്രഞ്ച് വിപ്ലവവും നമ്പൂതിരിമാരും എന്ന ലേഖനവും യോഗക്ഷേമത്തിൽ തന്നെ അച്ചടിക്കപ്പെട്ടു. പിൽക്കാലത്ത് 10,000-കണക്കിന് പേജുകളിൽ നിറയുന്ന ലേഖനങ്ങളുടെ ഗംഭീരമായ തുടക്കം. അങ്ങനെ ഈ ലേഖനത്തോടെ EMS നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരായ പ്രത്യക്ഷ സമരത്തിലേക്ക് തന്നെ എടുത്തു ചാടുകയായിരുന്നു. എന്നാൽ സ്വസമുദായത്തിലെ പ്രശ്നങ്ങൾ മാത്രമല്ല, രാജ്യത്തിന്റെ ആകെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായിട്ട് കഴിയും വിധം പ്രവർത്തിക്കാനായിട്ട് തനിക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് അക്കാലത്തെ തന്നെ EMS തിരിച്ചറിഞ്ഞിരുന്നു. ആദ്യം കാരണങ്ങളെല്ലാം വിശദമായും സൂക്ഷ്മമായും മനസ്സിലാക്കുക, അതിനുശേഷം മാത്രം പ്രതികരിക്കുക എന്നത് EMS തുടക്കം മുതലേ സ്വീകരിച്ച ഒരു സമീപനമായിരുന്നു. 3-ാം ഫോറത്തിൽ പഠിക്കുമ്പോൾ ക്രിസ്മസ് വെക്കേഷൻ കാലത്ത് മദിരാശിയിൽ സന്ദർശനത്തിന് പോയ EMSന് താമസ സ്ഥലത്ത് നിന്ന് പുറത്തിറങ്ങാനാകുമായിരുന്നില്ല. കാരണം കടുത്ത പനി. പിന്നീട് മദ്രാശിയിൽ പോകാൻ അവസരം ലഭിച്ചത്, അഥവാ അവസരമുണ്ടാക്കിയത് 1927 മദ്രാശിയിൽ കോൺഗ്രസ് സമ്മേളനം നടക്കുന്ന കാലത്താണ്. കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ എന്തെല്ലാമാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കുക, മദ്രാശിയിലെ സ്ഥലങ്ങൾ കാണുക എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശമെന്ന് പറയുന്നത്. മദ്രാശിയിലെ നിയമസഭാ അംഗമായ ഒളപ്പമണ്ണ നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ വീട്ടിലാണ് താമസം. അവിടെ വെച്ചാണ് KPCC പ്രസിഡന്റായ K മാധവനെ പരിചയപ്പെടുന്നത്. AICC സമ്മേളനത്തിലേക്ക് അന്ന് പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന പതിവ് തുടങ്ങിയിട്ടില്ല. ഓരോ സംസ്ഥാനത്തെയും പ്രതിനിധികളുടെ എണ്ണം പ്രവർത്തക സമിതി നിശ്ചയിക്കും. അത്രയും ടിക്കറ്റുകൾ PCCക്ക് അയക്കും. PCC ആണ് അത് വിതരണം ചെയ്യുക. കൊടുത്തതിൽ നിന്നും ബാക്കിയുള്ളതിൽ ഒരു ടിക്കറ്റ് മാധവനാർ EMSന് നൽകി. പ്രിയ നേതാക്കളെല്ലാം പങ്കെടുത്ത സമ്മേളനത്തിൽ കേവലം 18 വയസ്സുള്ള അതേവരെ രാഷ്ട്രീയ പ്രവർത്തനത്തിലൊന്നും ഭാഗമാവാത്ത EMS പ്രതിനിധിയായി തന്നെ പങ്കെടുത്തു. പക്ഷേ അവിടെ നടന്ന പ്രസംഗങ്ങളിൽ അധികവും മനസ്സിലാക്കാൻ പറ്റുന്നത്ര ഇംഗ്ലീഷ് പരിജ്ഞാനം ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും സമ്മേളനം പുതിയ വെളിച്ചം പകരുകയും ആവേശം കൊള്ളിക്കുകയും ചെയ്തു. തൊട്ടടുത്ത വർഷം പയ്യന്നൂരിൽ നടന്ന 4-ാം കേരള രാഷ്ട്രീയ സമ്മേളനത്തില് ജവഹർലാൽ നെഹ്റുവിന്റെ പങ്കാളിത്തവും പ്രസംഗവും EMSനെ ആവേശം കൊള്ളിച്ചിരുന്നു. പൂർണ്ണ സ്വരാജ് പ്രമേയത്തിനു വേണ്ടി നെഹ്റു നടത്തിയ പ്രസംഗത്തിന്റെ ഉള്ളടക്കം EMSന് പുതിയ പുതിയ വെളിച്ചങ്ങളായിരുന്നു. പയ്യന്നൂർ സമ്മേളനം നടക്കുമ്പോഴും ദൃക്സാക്ഷിയും ശ്രോതാവും എന്നതിനപ്പുറം സജീവ രാഷ്ട്രീയ പ്രവർത്തകനായി മാറിക്കഴിഞ്ഞിരുന്നില്ല. പയ്യന്നൂർ സമ്മേളനത്തില് നെഹ്റു പ്രതിനിധാനം ചെയ്ത പൂർണ്ണ സ്വരാജ് ഭാഗത്ത് നിലയുറപ്പിച്ച EMS അതേ സമ്മേളനത്തില് ജന്മിത്വ ചൂഷണത്തിനെതിരെ കുടിയാൻ പക്ഷത്ത് നിന്ന് അവതരിപ്പിച്ച പ്രമേയത്തെ എതിർക്കുകയായിരുന്നു. ഇക്കാര്യം EMS പിൽക്കാലത്ത് സ്വയം വിമർശപരമായി അനുസ്മരിക്കുന്നുമുണ്ട്. പയ്യന്നൂർ സമ്മേളനം EMSന് ഏറ്റവും വലിയ രാഷ്ട്രീയ വിദ്യാഭ്യാസമായിരുന്നു. കോൺഗ്രസിനകത്ത് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ രൂപപ്പെട്ടു വരുന്ന ഇടതുപക്ഷ പുരോഗമന ചിന്താഗതി മനസ്സിലാക്കുന്നതിന് സഹായകമാകുകയാണെന്ന് മാത്രമല്ല, രാഷ്ട്രീയ പ്രവർത്തകനാകണമെന്ന ചിന്ത രൂഢമൂലമാവുകയും ചെയ്തു.